ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതുപുത്തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മുടെ സാംസങ് ഗാലക്സി J2 2024 എങ്ങനെയാണ് ഉണ്ടെന്നത് ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ഫോണാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ, കുറച്ചധികം യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നതും എഡിറ്റ് ചെയ്തിരുന്നതൊക്കെ ഈ ഒരു മൊബൈലിലായിരുന്നു. അപ്പോൾ ഇത് സാംസങ് J2 ആണ്. അപ്പോൾ ഏകദേശം ഒരു 6-7 കൊല്ലം പഴക്കമുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ് സ്പീഡിങ് ബാക്കി സംഭവങ്ങളൊക്കെ 2024 എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയ്ക്ക് ഇറക്കും മുന്നേ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അതിന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ J2 സാംസങ് ഗാലക്സി J2. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവിടെ J പോലെ കാണാം വാൾപേപ്പറിൽ J2ൻ്റെ J. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി J2. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ അടിപൊളി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി J2ൻ്റെ. അപ്പോൾ ഇതിൽ ബാക്ക് കവർ നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് പഴയതാണ്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഇതുകളൊക്കെ ഉണ്ട്, അതായത് കേടായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ നമ്മളധികം ഇപ്പോൾ യൂസ് ചെയ്യാറില്ല ഈ ഫോൺ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത്ര കൊല്ലം പഴക്കമുണ്ടായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് നമുക്ക് ഇപ്പോഴും നല്ല സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെ, ഈ ഒരു രീതിയിൽ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ ഇതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പഴയ ആൻഡ്രോയിഡ് ആയാലും യൂട്യൂബ് കിട്ടില്ല. യൂട്യൂബ് ആപ്പ് നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും, അതിന് ശേഷം ലോഡ് ആവില്ല എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ ഉള്ള ഇഷ്യൂ ആണ്. അതേ ഇപ്പോൾ അതേ വേണ്ട, ഇതിപ്പോൾ വർക്കാവില്ല ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ വെർഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് എടുക്കേണ്ടി വരും. അതാണ് ഈ ലാഗുള്ളൊരു കുഴപ്പം. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് ആപ്സുകൾ വർക്കാവില്ല, അതാണ് മെയിൻ പ്രശ്നം. കാരണം ആൻഡ്രോയിഡ് അത്രയും പഴയതായാലും ഇതിൽ കുറേ ആപ്പുകളൊന്നും വർക്കാവില്ല. പിന്നെ വേറെ സംഭവങ്ങളൊന്നുമില്ല. ക്യാമറ സംഭവങ്ങളെല്ലാം സെറ്റപ്പായിട്ട് വർക്കാവും. ഫോണിൻ്റെ ഇതിലായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം ഇത്രയും കൊല്ലം പഴക്കമായതായാലും ഇത്രയും പഴയ ഫോണായാലും വേറെ ഇഷ്യൂകളൊന്നും ഇല്ലാണ്ട് നല്ല കൂളായിട്ട് വർക്കാവുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് എടുക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് ഫോട്ടോസ് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് ഏകദേശം ഒന്ന് കാണിച്ചു തരാം. അതായത് കൊല്ലം പഴക്കമുള്ള ഫോണിൽ ഇപ്പോൾ നിങ്ങൾ കുറേ വീഡിയോസ് കാണാറുണ്ട്, മറ്റേ നമ്മുടെ ഐഫോണും അതേപോലെ തന്നെ സാംസങ്ങിനൊക്കെ പഴയ ഫോണുകളിൽ നല്ല അടിപൊളി ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഔട്ട്ഡോർ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ടും നമുക്ക് ബ്രൈറ്റ്നസ് പോരാൻ തോന്നണമെങ്കിൽ ഈ ഔട്ട്ഡോർ മോഡ് ഇട്ടാൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്രൈറ്റ്നസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാമറയുടെ സാമ്പിൾസ്. അപ്പോൾ എൻ്റെ ക്യാമറ ഈ ഒരു ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളർ വ്യത്യാസം തോന്നുന്നുണ്ടാവും. കാരണം ഇതിൽ കളർ നല്ല രീതിയിൽ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫോണിൽ കുറച്ച് കളർ കൂടി നിൽക്കുന്ന ഒരു ഫോണാണ്. എൻ്റെ ഫോൺ പോക്കോ ആണ്, പോക്കോ M4 Pro. അപ്പോൾ ഇതിൽ കുറച്ചധികം അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇത് 5 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇവിടുത്തെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോട്ടോയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോസ് കിട്ടും. നമുക്ക് അടുത്തുള്ള ഫോട്ടോസൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലോസപ്പ് ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയ പോലത്തെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. 5 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീഡിയോയിൽ HD നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ക്യാമറ എത്ര മെഗാ പിക്സലാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ 2 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലോസപ്പ് ഫോട്ടോസും കൂടി ഒന്ന് എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലർ ആയിട്ട് ഇതേപോലത്തെ ഫോട്ടോസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കുറച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. അതേ പ്ലേ സ്റ്റോർ ഉണ്ട്. അവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഗെയിം അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ല സെർച്ച് ചെയ്ത് നോക്കാം. ഞാനൊരു വീഡിയോ ആണ് ഫ്രീ ഫയർ നമ്മുടെ J2 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റാം എന്ന് പറയുന്നത് 1 GB ആണ്. അപ്പോൾ 1 GB റാമിൽ നമുക്ക് ഗെയിമുകൾ അത്യാവശ്യം കളിക്കാൻ പറ്റും. വലിയ സെറ്റപ്പായിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഗെയിമൊക്കെ അതിവിടെ ഇൻസ്റ്റാഗ്രാമും സ്പോട്ടിഫൈയും പിന്നെ അതുപോലെ തന്നെ PUBG ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ആവുമെന്ന് എനിക്ക് വലിയ അറിയില്ല. പിന്നെ അതേപോലെ തന്നെ വേറെ ഏതെങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. വേറെ കുറച്ച് ഗെയിമുകളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, അതൊന്നും ഇല്ല. ഫ്രീ ഫയർ സെർച്ച് ചെയ്ത് നോക്കി, അത് ഇപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഗെയിമൊക്കെ നോക്കി ഞാൻ, അപ്പോൾ ഒന്നും കാണാനില്ല.
അപ്പോൾ ഈ ഫോണിൽ കുറേ ഗെയിംസ് ഇപ്പോൾ ഒന്നും ഇൻസ്റ്റാൾ ആവില്ല, കാരണം 1 GB RAM ആയതുകൊണ്ട് നമുക്ക് കുറേ ഒന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല സംശയങ്ങളൊക്കെ ഈ ഫോണെ കുറിച്ചുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ആയിട്ടിട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഈ ഫോണിൻ്റെ വേറെ വല്ല വീഡിയോകൾ വേണമെങ്കിലും താഴത്ത് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു വീഡിയോ.